വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച വിവാദത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് നിയമസഭയിൽ മറുപടി പറയും. കോൺഗ്രസിലും യു.ഡി.എഫിലും ഭിന്നതയ്ക്ക് വഴിവെച്ച ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുമോ തിരുത്തുമോ എന്നതാണ് ആകാംക്ഷ. വീര്യം കുറഞ്ഞ മദ്യത്തിൽ സർക്കാരിന് വീര്യം കെട്ട നയമെന്ന് സമസ്ത മുഖപത്രം സുപ്രഭാതം. നിയമസഭയിലെ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴാകും മദ്യനികുതി വിവാദത്തിലും മുഖ്യമന്ത്രി മറുപടി നൽകുക. വീര്യം കുറഞ്ഞ മദ്യത്തിന് വില കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനം രാഷ്ട്രീയ വിവാദമാകുകയും അഴിമതി ആരോപണത്തിന് കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകുന്ന സൂചനയില്ല. ബജറ്റും ധനബില്ലും പാസ്സായാലും മദ്യനയം വന്ന ശേഷമേ നികുതി ഇളവ് നടപ്പാക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുകയെന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിന് മുന്നണിയിലെ ലീഗിതര ഘടകകക്ഷികളുടെ പിന്തുണയുമുണ്ട്. ഞങ്ങൾ ആ വിഷയത്തിൽ എതിർപ്പ് അറിയിച്ചിട്ടില്ലല്ലോ. ഞാനിപ്പോൾ ക്യാബിനറ്റിന്റെ ഭാഗമല്ലേ, അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് അഭിപ്രായങ്ങളൊന്നുമില്ല. മുഖ്യമന്ത്രി എന്താണോ പറഞ്ഞത് അത് തന്നെ ശരി. മദ്യനികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ മുസ്ലിം ലീഗിനും കാന്തപുരം AP വിഭാഗത്തിനും ജമാഅത്ത് ഇസ്ലാമിക്കും പിന്നാലെ സമസ്തയും രംഗത്ത് വന്നു. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കേരളം കൈകോർത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇളവ് പ്രഖ്യാപിച്ച സർക്കാരിന്റെ നടപടി കടുത്ത ആശങ്കയുണ്ടാക്കുന്നുവെന്നാണ് സമസ്തയുടെ മുഖപത്രം സുപ്രഭാതത്തിന്റെ വിമർശനം. ബജറ്റ് പ്രഖ്യാപനം വെറും നികുതി പരിഷ്കരണമാണെന്ന വാദത്തിൽ ഒതുക്കാനാവില്ല. മദ്യത്തിന്റെ ലഭ്യത വർദ്ധിക്കാൻ ഇടയാക്കുന്ന നയവുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് അത്യന്തം നിർഭാഗ്യകരമാണെന്നും സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.